ചിലർ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, കുഞ്ഞുങ്ങളിൽ പാപമില്ല എന്ന്. ബൈബിൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. കാരണം റോമർ 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന്. അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ജനിച്ച എല്ലാവരും പാപ സ്വഭാവം ഉള്ളവരാണ്. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. സങ്കീർത്തനം 51:5 പറയുന്നു, എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും പാപ സ്വഭാവത്തോട് തന്നെയാണ് ജനിച്ചു വീഴുന്നത്. ഇതിനെ ഈസിയാക്കി, അതായത് സിമ്പിൾ വേർഡിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. ഫോർ എക്സാമ്പിൾ, ഒരു 3 വയസ്സുള്ള കുഞ്ഞ് ഒരു ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോയി ആ ടോയിനെ നമ്മൾ തട്ടിപ്പറിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ കരയും, അവന് ദേഷ്യം വരും, അവൻ നമ്മളെ അടിക്കും, അവൻ നമ്മളെ പിച്ചും. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുക അവൻ. ഇങ്ങനെയാണ് ഈ സ്വഭാവം അവനിലേക്ക് ഉണ്ടായത്. ഒരിക്കലും അവരുടെ മാതാപിതാക്കൾ അവന് ട്രെയിൻ കൊടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തെറ്റ് ചെയ്യുക. അപ്പം ഇതാണ്, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് തന്നെ പാപ സ്വഭാവത്തോട് തന്നെയാണ് ജനിച്ച് വീഴുന്നത്. അപ്പം ആ ചെറുപ്രായത്തിൽ തന്നെ ഇതിനെ സിമ്പിളാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം നമ്മുടെ മിനിസ്ട്രിയിലുണ്ട്. എക്സാമ്പിൾ, നമ്മൾ പഠിപ്പിക്കും പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന്. മരണമെന്ന് വെച്ചാൽ അവൻ ചെയ്തുകൊണ്ട് മരിച്ചു പോകുക എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അകന്ന് മാറുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അനുസരണക്കേട്, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, പിടിവാശി, കള്ളം പറയുന്ന സ്വഭാവം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നിന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിനോട് ഇതൊന്നും അടുപ്പിക്കത്തില്ല, അകറ്റി മാറ്റിക്കളയുമെന്ന് സിമ്പിൾ വേർഡ്സിൽ, അവർക്ക് മനസ്സിലാകുന്ന വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. ഒരു കുഞ്ഞിനെ എപ്പോഴാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ടീച്ച് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടായാൽ, അവന് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യം എപ്പോൾ തുടങ്ങുന്നോ, അത് 3 വയസ്സിലാകാം, 4 വയസ്സിലാകാം, എപ്പോൾ തുടങ്ങുന്നോ ആ സമയം തൊട്ട് തന്നെ നമുക്ക് പാപത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. ദൈവസ്നേഹത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ വേർഡ്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലുള്ള എക്സാമ്പിളിലൂടെ അവൻ ചെയ്യുന്ന കാര്യത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും അവനും ഒരു ചിന്ത ഉണ്ടാകും, ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാനും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നുണ്ട്, ഈ സ്വഭാവം മാറ്റിയാൽ മാത്രമേ എനിക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അവന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ ലോകത്തുള്ള പാപത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ അവരെ ദൈവം സഹായിക്കും.